64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പൂരനഗരിയായ തൃശൂരിൽ അരങ്ങുണർന്നു. മുഖ്യവേദിയായ സൂര്യകാന്തിയിൽ രാവിലെ 10:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. തൃശൂരിന്റെ പൂരപ്പെരുമ വിളിച്ചോതുന്ന രീതിയിൽ പ്രൗഢഗംഭീരമായാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. 25 വേദികളിലായി 249 മത്സര ഇനങ്ങൾ അരങ്ങേറും. 5 ദിവസം നീളുന്ന കലാമാമാങ്കം 18-നാണ് സമാപിക്കുക. സാരംഗ തയ്യാറാക്കിയ റിപ്പോർട്ട്. അസിത, സംസ്ഥാന സ്കൂൾ കലോത്സവം ആവേശകരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 25 വേദികളിലായി ഇന്ന് വിവിധ മത്സരങ്ങൾ നടന്നു. കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം കൃത്യം 10:30 തന്നെ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അതൊക്കെ വലിയ ആഘോഷമായിട്ടാണ് നടന്നത്. ഒരു പൂരത്തിൻ്റെ പെരുമ തീർത്തുകൊണ്ട് തന്നെ ഉദ്ഘാടനം നടന്നു. അതോടൊപ്പം തന്നെ സർവം മായ എന്ന ചിത്രത്തിലെ ഡെലുലു എന്ന കഥാപാത്രം കൂടി രംഗത്തെത്തിയതോടുകൂടി വലിയ ആവേശകരമായ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ആഘോഷങ്ങൾ പൊടിപിടിക്കുകയാണ്. തൃശ്ശൂരിൽ ഒരു പൂരം തന്നെ അരങ്ങേറുകയാണ്. നിലവിൽ പോയിന്റ് നില നോക്കുകയാണെങ്കിൽ കോഴിക്കോടും അതുപോലെ തന്നെ കണ്ണൂരും ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. സ്വർണ്ണ കപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ 150 പോയിന്റുകൾ ഇരുവരും നേടിക്കൊണ്ടാണ് മുന്നേറുന്നത്. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് തൃശ്ശൂരാണ്. 146 പോയിന്റുമായിട്ട് തൃശ്ശൂരുണ്ട്. ആദ്യ സ്ഥാനം കോഴിക്കോട്, രണ്ടാമത് കണ്ണൂർ, മൂന്നാമത് തൃശ്ശൂർ, 4-ാം സ്ഥാനം ഇത്തരത്തിൽ തിരുവനന്തപുരമാണ് പങ്കിടുന്നത്. എന്തായാലും ആഘോഷങ്ങളൊക്കെ നടക്കുന്നു. വേദികളിൽ മത്സരങ്ങൾ തകൃതിയായി നടക്കുകയാണ്. വലിയ ഒരു പൂര ആവേശം തീർത്തുകൊണ്ട് സാംസ്കാരിക നഗരമായ തൃശ്ശൂർ ഇങ്ങനെ മുന്നേറുകയാണ്. ഇനി പ്രധാനമായും നാളെ മത്സരങ്ങൾ ഒരുപാടുണ്ട്. വേദി 1-ൽ മോഹിനിയാട്ടം നാളെ നടക്കും. അതുപോലെ തന്നെ ഭരതനാട്യം ഉണ്ടാകും. വേദി 2 പാരിജാതകത്തിൽ ഇത്തരത്തിൽ രാവിലെ ഭരതനാട്യവും ഒപ്പനയും അരങ്ങേറും. വേദി 4-ലാണ് മിമിക്രി മത്സരങ്ങൾ അരങ്ങേറുന്നത്. അങ്ങനെ എല്ലാ വേദികളും സജീവമായി നിൽക്കുന്നു. എല്ലാ ഇടങ്ങളും സജീവമായി നിൽക്കുന്നു. രാത്രി ആയതോടുകൂടി തന്നെ നിരവധി ആളുകളാണ് ഈ കാഴ്ചകൾ, ഒരു പൂരക്കാഴ്ചകൾ തന്നെ കാണാനും അതുപോലെ തന്നെ കലാ രീതികൾ കാണാനും കലകൾ കാണാനും ആസ്വദിക്കാനുമൊക്കെയായിട്ട് പലരും കുടുംബവുമായി കുട്ടികൾക്കുമായി അങ്ങനെ വലിയ ആഘോഷത്തിലൂടെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് യാതൊരു ഒഴുക്ക് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആവേശകരമായി തൃശ്ശൂർ മുന്നേറുമ്പോൾ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കലാമാമാകത്തിന് തന്നെയാണ് സാക്ഷ്യം വഹിക്കുന്നത്. എന്തായാലും ഇന്ന് ഉദ്ഘാടനം അതിഗംഭീരമായി. ഇനി 5 ദിവസം കലകളുടെ ഒരു പൂരമാണ്. 18-നാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ സമാപനവും വലിയ ആഘോഷത്തോടു കൂടി തന്നെ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് സമാപന ചടങ്ങിൽ നടൻ മോഹൻലാൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ആ സമാപന ചടങ്ങും വലിയ ആഘോഷത്തോടെ നടക്കും. എന്തായാലും വലിയ രീതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കുമ്പോൾ ഇനി ആരാണ് കിരീടം ചൂടുക എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വൈകാതെ അറിയാം. വൈകാതെ 5 ദിവസത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള പ്രകടനങ്ങൾ ഉണ്ടായിരിക്കും. പല കലാപ്രതിഭകളും അവരുടെ മികവാർന്ന പ്രകടനങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് വലിയ രീതിയിലുള്ള വാർത്തകൾ കൈകാര്യം ചെയ്തിരുന്നു. പല കുട്ടികളും വലിയ രീതിയിൽ കലാപ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഒരുപാട് കുട്ടികൾ എ ഗ്രേഡ് നേടുന്നു, ബി ഗ്രേഡ് നേടുന്നു. അങ്ങനെ വിപുലമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കലാവേദി. അതോടൊപ്പം തന്നെ ഒരു പൂരത്തിൻ്റെ പെരുമയാണ് തൃശ്ശൂരിലുള്ളതും. അങ്ങനെ ആഘോഷങ്ങളൊക്കെ വിപുലമായി തന്നെ നടക്കുകയാണ്. അസിത.